ഹെഡ്മിയിലുടന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ്ഡ് എന്നാക്കിയ ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും. അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെഡ്മിയിലുടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്യാപ്ഷൻ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, ഹെയർ ഡൈയെ കുറിച്ചാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ 1-2 ദിവസം മുമ്പേ ഒരു ആർട്ടിക്കിൾ വായിച്ചു. അത് ഡോക്ടർ ഉമാരാജൻ, ഡെർമറ്റോളജി പ്രൊഫസറാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. മുടിയിൽ എവിടെ നര കണ്ടാലും ഉടൻ തന്നെ ഡൈ ചെയ്യുന്നവരാണ് കൂടുതലും ആളുകൾ. എന്നാൽ ഇതിനെക്കുറിച്ച് പലർക്കും കൂടുതൽ അറിവുകളൊന്നുമില്ല, അതാണ് സത്യം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുടിയിൽ നരയൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ജോസാൻ എപ്പോൾ ഇത് കണ്ടാലും കത്രിക എടുത്തുകൊണ്ട് വരും അത് കട്ട് ചെയ്ത് കളയാൻ. ഞാൻ സമ്മതിക്കില്ല, കാരണം അങ്ങനെ കട്ട് ചെയ്താൽ അത് കുറ്റി പോലെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് എന്നെ കളിയാക്കും, ആരെങ്കിലും കണ്ടാൽ നാണക്കേടാ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ. അപ്പം ഞാൻ പറയും, ഇവിടെ അതൊന്നും കുഴപ്പമില്ല. കാരണം ഇവിടെ കേരളം വിട്ട് പുറത്തുള്ളവർക്ക് അറിയാം, കൊച്ചു പിള്ളേരുടെ മുടി വരെ നരയാണ്. അതിന് കാരണങ്ങൾ പലതാണ്, അതൊന്നുമല്ല നമ്മുടെ വിഷയം. എന്നാലും ഒരിക്കലും ഡൈ ചെയ്യില്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള തീരുമാനം. ഇനി മുമ്പോട്ട് പോകും തോറും ക്രമേണ ഈ ചിന്താഗതിക്ക് മാറ്റം വരുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തേലും ടിപ്സ് ഒക്കെ ചെയ്യണമെന്ന് ചിന്തിക്കും, പക്ഷെ മടി കാരണം അതും ചെയ്യാറില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ഇപ്പോൾ ഉള്ള കൊച്ചു കുട്ടികളുടെ വരെ മുടിയിൽ നരയാണ്. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവർക്കാണ് ഈ പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു. സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളുടെ മുടിയിൽ വരെ നരയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോ നരച്ച മുടി കറുപ്പിക്കുന്നത് മാത്രമല്ല, നമ്മളൊന്ന് നോക്കിയാല് ഫാഷൻ കയറി ഇന്ന് കറുത്ത മുടിയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ മഞ്ഞയും മെറൂണും പിന്നെ നല്ലതുപോലെ കറുത്ത മുടി ആടിന്റെ പൂട പോലെ വെളുപ്പിച്ച് നടക്കുന്നതൊക്കെ കാണാം. ഇപ്പൊ ഇത് സർവ്വസാധാരണമാണ്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം ദോഷമുണ്ടെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്കൊന്നും അറിയില്ല എന്നാ തോന്നുന്നത്. കഴിവതും അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഹെയർ കളറിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവായി അതൊന്നും ചെയ്യാതിരിക്കുക. കാരണം എനിക്ക് ഡെയിലി ധാരാളം മെസ്സേജുകൾ വരാറുണ്ട്. നമ്മുടെ മുടിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ നോക്കിയാൽ നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും, ഹെയർ സ്ട്രെയിറ്റനിങ് ചെയ്തു, കളറിങ് ചെയ്തു, പിന്നെന്താ റീബോണ്ടിങ്ങോ അങ്ങനെ എന്തൊക്കെയോ സംഭവമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോൾ മുടി ഫുള്ളായിട്ട് പൊഴിഞ്ഞു പോകുന്നു, മുടിക്ക് കട്ടിയില്ല, ഇങ്ങനെയൊക്കെ ധാരാളം കമന്റുകൾ വരാറുണ്ട്. അപ്പോൾ കഴിവതും ഇതൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് ഓൾറെഡി ഉള്ള മുടി നന്നായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഉള്ള മുടി നന്നായിട്ട് നീളം വേണ്ട എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിടുന്നു, അത് ഷേപ്പ് ചെയ്തിടുന്നു. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലാതെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഈ ഡൈ എന്ന് പറയുന്നത് രാസവസ്തുക്കളോ പ്രകൃതിദത്തങ്ങളായ നിറങ്ങളോ ഒക്കെ ഉണ്ട്. അതായത് ഹെർബൽ ഡൈ ഉണ്ട്, മറ്റേതുണ്ട്. കഴിവതും ഇവയൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഉപയോഗിക്കുന്നവർ ആണെങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗം നിർത്തുന്നതാണ് നല്ലത്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഉപയോഗിക്കാം. നമ്മുടെ ഈ തലയിലെ മുടിക്ക് നിറം തരുന്നത് നമ്മുടെ ശിരോചർമ്മത്തിലെ മെലനോസൈറ്റ് എന്ന കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിൻ എന്ന വർണ്ണവസ്തുവാണ്. നമുക്ക് പ്രായമാകുമ്പോൾ ഈ മെലനോസൈറ്റ് കോശങ്ങളുടെ പ്രവർത്തനം കുറയും. അങ്ങനെയാണ് നിറം മങ്ങി മുടി വെളുക്കാൻ തുടങ്ങുന്നത്. ഇനി ഞാനിത് ഇത്രയും പറയുന്നതിൽ നിന്നും ഏത് ഡൈ ആണ് നല്ലത്, ഏത് ബ്രാൻഡാണ് നല്ലത്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നൊന്നും ചോദിക്കല്ലേ. എനിക്കിതേക്കുറിച്ച് അറിവൊന്നുമില്ല. ഞാൻ വായിച്ചറിഞ്ഞതിൽ നിന്നും എനിക്കറിയാവുന്ന കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതായത് ഡൈകൾ എത്ര തരമുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇവ റിസൾട്ട് തരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പൊതുവെ ഈ ഹെയർ ഡൈകളെ നമുക്ക് 4ആയിട്ട് തരം തിരിക്കാം. ഒന്ന്, താൽക്കാലികമായിട്ടുള്ള ഡൈ, അതായത് ടെമ്പററി ഡൈ. താൽക്കാലികമായി ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡൈകളാണ് ഇവ. ഇതിൽ വർണ്ണ തന്മാത്രകൾ വലുതായതിനാൽ ഇത് മുടിയിഴകളിലേക്ക് ഒത്തിരി അങ്ങ് ആഴ്ന്നിറങ്ങത്തില്ല, മുടിയിൽ പറ്റിപ്പിടിച്ച് നിൽക്കത്തേ ഉള്ളൂ. മാത്രമല്ല ഈ ഡൈ ഉടനെ കഴുകിക്കളയാനും സാധിക്കും. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം, ഇത്രയൊക്കെയുള്ളൂ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ഷാമ്പു ഉപയോഗിക്കുന്നത് വരെ മാത്രമേ ഇതിന്റെ റിസൾട്ട് ഉള്ളൂ.
ഇത് ഷാമ്പു ആയിട്ട്, ജെല്ലുകളായിട്ട്, പിന്നെ റിൻസ്, സ്പ്രേകൾ, ഇങ്ങനെ പല രൂപത്തിൽ ഇത് വാങ്ങാൻ കിട്ടും. അതായത് താൽക്കാലിക ഡൈ. അടുത്തത് സെമി പെർമനന്റ് ഡൈ, അതായത് അല്പം കുറച്ചു നാള് നീണ്ടു നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഡൈകൾ മുടിയിഴകളിൽ പുരട്ടിയാൽ പെട്ടെന്ന് നിറം പോവില്ല. 4-5 പ്രാവശ്യമൊക്കെ ഷാമ്പു ഉപയോഗിച്ച് കഴുകിയാലേ ഇതിന്റെ നിറം പോകത്തുള്ളൂ. തിളക്കം കുറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള മുടിക്ക് പോലും ഈ തരം ഡൈകൾ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. കാരണം പെറോക്സൈഡ്, അമോണിയ തുടങ്ങി ഹെയർ ഡൈയിൽ പൊതുവെ കാണുന്ന ഡെവലപ്പർ രാസവസ്തുവിന്റെ അളവ് ഇത്തരം ഡൈകളിൽ കുറവാണ്. അടുത്തത് കുറെ കൂടി നീണ്ടു നിൽക്കുന്ന ഡൈ, അതായത് ഡെമി പെർമനന്റ് ഡൈകൾ. ഇത് പെർമനന്റ് ഡൈക്ക് തുല്യം തന്നെയാണ്. അമോണിയയ്ക്ക് പകരം സോഡിയം കാർബണേറ്റ് പോലുള്ള ആൽക്കലൈൻ വസ്തുക്കളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മുടെ മുടിയുടെ ഒറിജിനൽ നിറത്തെ പുറത്തു കളയാതെ, മുടിക്കധികം കേടൊന്നും വരുത്താതെ നിറം കൊടുക്കുന്ന സംഭവമാണ്. ഇത്തരം ഡൈകൾ താരതമ്യേന അത് സുരക്ഷിതമാണ്, നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി 4ാമത്തെ ഡൈ ആണ് പെർമനന്റ് ഡൈ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിഡൈസിങ് ഘടകങ്ങളും ആൽക്കലൈൻ ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നമ്മുടെ മുടി ഇഴയിലെ നിറം കോർട്ടക്സ് എന്ന പാളിയിലേക്ക് എത്തിക്കുന്നത്. ഇത്തരം ഡൈ നമുക്ക് എളുപ്പം കഴുകിക്കളയാൻ പറ്റില്ല. അതായത് നിറം കുറേ നാള് നിലനിൽക്കും. അതുമാത്രമല്ല, ഇതിന്റെ മറ്റൊരു ദോഷം എന്ന് പറയുന്നത് ഇത് നിറം പെട്ടെന്ന് പോവില്ലല്ലോ. അതുകൊണ്ട് മുടി വളർന്നു വരുമ്പോൾ നിറമുള്ളതും നിറമില്ലാത്തതും സെപ്പറേറ്റ് എടുത്തു കാണിക്കും. അതുപോലെ തന്നെ ഈ പെർമനന്റ് ഡൈക്ക് അലർജി പ്രശ്നങ്ങൾ കൂടുതലാണ്. അപ്പോൾ അലർജി അറിയാൻ എപ്പോഴും പാച്ച് ടെസ്റ്റ് നടത്തുന്നത് വളരെ നല്ലതാണ്. ഏത് ഡൈ ആയാലും ഒന്ന് ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. പുതിയ ബ്രാൻഡുകൾ നിങ്ങൾ പരീക്ഷിക്കുന്നുവെങ്കിൽ അതും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അത് ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ലേശം ഡൈ എടുത്ത് നമ്മുടെ ചെവിയുടെ പുറകിൽ പുരട്ടി കുറെ നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ചൊറിച്ചിലോ പുകച്ചിലോ അങ്ങനെ എന്തെങ്കിലും അനുഭവപ്പെടുന്നുവെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അലർജി ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ളത് യാതൊരു കാരണവശാലും നിങ്ങൾ യൂസ് ചെയ്യരുത്. ചിലരിൽ ഡൈ ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞോ അതായത് അല്പ മണിക്കൂറുകൾ കഴിഞ്ഞോ അലർജിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. അതായത് മുഖത്തും പുരിയങ്ങളിലും ചെവിയിലോ കഴുത്തിലോ തോളിലോ നമ്മുടെ മുതുകത്ത്, അതായത് പുറത്തോ ഒക്കെ ചൊറിച്ചിലും തടിപ്പും ഇങ്ങനെയൊക്കെ കണ്ടാൽ അത് അലർജിയാണെന്നാണ് അതിന്റെ അർത്ഥം. ഇനി പൊതുവെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആവശ്യത്തിലധികം സമയം ഡൈ നമ്മുടെ മുടിയിഴകളിൽ തങ്ങി നിൽക്കാൻ അനുവദിക്കരുത്. അത് നമ്മുടെ മുടിയുടെ കട്ടിയും തിളക്കവും ആരോഗ്യവും ഒക്കെ നശിച്ചു പോകാൻ സാധിക്കും. നമ്മൾ ഒത്തിരി ഡൈ യൂസ് ചെയ്യുകയും ചെയ്യരുത്. നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റിൽ മിക്കവാറും എഴുതിയിട്ടുണ്ടാകും എത്ര മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയണം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അത് കറക്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ നേരം വെച്ചാൽ കൂടുതൽ കളർ കിട്ടും. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ കറക്റ്റ് സമയമാവുമ്പോൾ നന്നായിട്ട് കഴുകിക്കളയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉപയോഗിച്ചതിന്റെ ബാക്കി പിറ്റേന്നത്തേക്ക് പുരട്ടാമെന്നും പറഞ്ഞ് സൂക്ഷിക്കരുത്. അതും കേടാണ്. അപ്പോൾ ഇതൊക്കെ ഡൈ ചെയ്യുന്നവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഗുണം കിട്ടിയെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അത് വായിക്കുന്നവർക്ക് കുറച്ചുകൂടി ഗുണം ചെയ്യും. അപ്പോൾ വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.